നമസ്കാരം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഈ പാസ്പോർട്ട് സംവിധാനം UAE പ്രവാസികൾക്ക് വലിയ തോതിലുള്ള അനുഗ്രഹമായി മാറുകയാണ്. ചിപ്പ് അധിഷ്ഠിത ഈ പാസ്പോർട്ടുകൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിമാനത്താവളങ്ങളിൽ അവിടെ നടക്കുന്ന നടപടിക്രമങ്ങൾ വളരെയേറെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ യാത്രക്കാർക്കും അവിടുത്തെ ജീവനക്കാർക്കും ഏറെ സഹായകരമായി മാറുകയാണ്. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഈ ഒരു പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയത്. UAE അബുദാബിയിലും ദുബായിലും ഒക്കെ തന്നെ ഈ സംവിധാനം ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രചാരം നേടി വരികയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് അവിടെയുള്ള പ്രവാസി സമൂഹവും ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം വിരലടയാളങ്ങളും മുഖചിത്രങ്ങളും ഉൾപ്പെടെയുള്ള ബയോമെട്രിക് ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന എംബഡഡ് RFID ചിപ്പുകളുള്ള 3ാം തലമുറ ഈ പാസ്പോർട്ടുകളാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് വളരെ വേഗത്തിലുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ്, സുരക്ഷ, അതുപോലെ ഈ തട്ടിപ്പുകാരിൽ നിന്നുള്ള രക്ഷ നേടൽ തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾ ഇത് കാരണം ഉണ്ടാകുന്നു എന്നാണ് ഗൾഫിലുള്ള പ്രവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ ഇപ്പോൾ അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല എല്ലാവരും പറയുന്നത് ഇന്ത്യയുടെ ഈ പാസ്പോർട്ട് സംവിധാനം അടിപൊളിയാണ് എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ പഴയകാല പാസ്പോർട്ടുകളുടെ അതിൻ്റെ കവറും അതിൻ്റെ ഉത്ഭാവമൊക്കെ തന്നെ വളരെ പഴകിയ രീതിയിലുള്ള ഒരു സംവിധാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കാണുന്ന കുറച്ചുകൂടി മനോഹരമായ രീതിയിലുള്ള ഗംഭീരമായ ഇന്ത്യൻ പാസ്പോർട്ടുകൾ നിലവിൽ വന്നത്. ഏതായാലും അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനായി ഈ പാസ്പോർട്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. ഈ പാസ്പോർട്ട് എടുക്കുന്ന വ്യക്തികൾക്ക് പഴയ പാസ്പോർട്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പഴയ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയുന്നത് വരെ അവർക്കത് സൂക്ഷിക്കുക തന്നെ ചെയ്യാം. സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള ഈ പാസ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നത്. കാരണം ബിസിനസ്സുകാർ, അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർ, നിരന്തരമായ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ തുടങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഈ പാസ്പോർട്ട് വളരെ എളുപ്പത്തിൽ അവരെ കാര്യങ്ങൾ സാധിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ മുംബൈ, ഡൽഹി, ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ ഈ സംവിധാനം വഴി ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു സഹായമായി മാറുന്നു എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. സാധാരണ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, വിമാനത്താവളത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നീണ്ട ക്യൂ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇമിഗ്രേഷൻ പരിശോധനകളും തുടങ്ങിയ ഒരുപാട് ഔപചാരികതകൾ പോകുമ്പോൾ ഓരോ വ്യക്തിയെയും പരിശോധിച്ച് കടത്തിവിടാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. പക്ഷേ ഈ പാസ്പോർട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ എല്ലാവിധ കാര്യങ്ങളും ഒരു സെക്കൻഡ്, ഒരു ക്ലിക്ക് കൊണ്ട് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിനുള്ളിൽ കടക്കാനും അവർക്ക് കൂടുതൽ സമയം വിശ്രമിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വല്ല ഫയൽ നോക്കാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഔദ്യോഗികമായ കാര്യങ്ങൾ വിമാനത്താവളത്തിലിരുന്ന് നോക്കാം. നേരത്തെ ഒരാൾക്ക് ഇമിഗ്രേഷൻ പരിശോധനയ്ക്കായി 25 മിനിറ്റാണ് എടുത്തിരുന്നത് എങ്കിൽ ഈ പുതിയ സംവിധാനം ഉപയോഗിച്ച് 5 മിനിറ്റ് മതിയാകും എന്നാണ് ഇപ്പോൾ പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇത് വളരെ അവരുടെ സമയലാഭത്തിന്, കാരണം ഈ ഓരോ മിനിറ്റിനും വിലയുള്ള നിരവധി വ്യക്തികൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വിമാനത്താവളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായി വിമാനം പുറപ്പെടുന്ന സമയം വരെ, അല്ലെങ്കിൽ വിമാനത്തിനുള്ളിലേക്ക് കടക്കുന്നത് വരെ അവർക്ക് അവിടെ ഇരുന്ന് മറ്റെന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാനുള്ള സംവിധാനവും പുതിയ പാസ്പോർട്ട് സംവിധാനത്തിലൂടെ ലഭിക്കുന്നു. UAE ഇന്ത്യക്കാർ പറയുന്നത് തങ്ങൾ ഈ പാസ്പോർട്ട് തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം അത് സുരക്ഷ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്ത് സൈബർ ലോകം കൂടി വലുതായതോടെ എല്ലാ തരത്തിലുള്ള തട്ടിപ്പുകൾ ഈ മേഖലയിൽ ഇറങ്ങേറുന്നുണ്ട്. എന്നാൽ ഈ പാസ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ ഇതിനെ ആർക്കും തന്നെ കബളിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് പല യാത്രക്കാരെയും ഈ പാസ്പോർട്ടിലേക്ക് ഇപ്പോൾ അതെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ച ബയോമെട്രിക് പരിശോധന നടക്കുമ്പോൾ ഈ പാസ്പോർട്ടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ തന്നെയാണ് ഈ യാത്ര ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് കള്ള പാസ്പോർട്ട് ഉപയോഗിച്ചൊക്കെ പല രാജ്യങ്ങളിലേക്കും രക്ഷപ്പെട്ടു പോയ നിരവധി കുറ്റവാളികളുടെ കഥ നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഒരു വ്യാജ പാസ്പോർട്ടുമായി എത്തുകയാണെങ്കിൽ ആ സെക്കൻഡ് അവരെ പിടികൂടാൻ ഈ ഒരു സംവിധാനം സഹായകരമാകും എന്നാണ് പറയപ്പെടുന്നത്. ഒരു പാസ്പോർട്ട് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പരമ്പരാഗതമായ ബുക്കിലെറ്റ് തന്നെയാണ് ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം ഒരു എംബഡഡ് ചിപ്പ് കൂടി അതിലുണ്ടായിരിക്കും. ഈ ചിപ്പിലാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബയോമെട്രിക് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാസ്പോർട്ട് നമുക്ക് അവിടേക്ക് ഉദ്യോഗസ്ഥന്മാർ കൈമാറുമ്പോൾ തന്നെ അവർക്ക് ഈ ചിപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ മുഴുവൻ വിശദാംശങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഇനി ഇവിടെ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയം, നമുക്ക് ഈ പാസ്പോർട്ട് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ പാസ്പോർട്ടിൽ നിന്ന് ഇതിന് കുറച്ച് രൂപമാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പാസ്പോർട്ടിൻ്റെ മുൻകവറിൽ ചെറിയ സ്വർണ്ണ നിറമുള്ള ഒരു ചിഹ്നമുണ്ടോ എന്നും സൂക്ഷിച്ച് നോക്കുക. അതുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എംബഡഡ് ആയിട്ടുള്ള ചിപ്പിൻ്റെ അടയാളമാണ് അത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇലക്ട്രോണിക് പാസ്പോർട്ടാണ് എന്ന് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വിമാനത്താവളങ്ങളിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പാസ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു അടയാളം നോക്കി തിരിച്ചറിയാനും നമ്മൾ പറയാതെ തന്നെ അവർക്ക് അടിയന്തരമായി തന്നെ നടപടികൾ സ്വീകരിച്ച് നമ്മുടെ യാത്ര കൂടുതൽ സുഗമമാക്കാനും ഒക്കെ തന്നെ കഴിയും.
ഈ പാസ്പോർട്ട് ഉപയോഗിക്കുന്ന കാര്യം നിർബന്ധമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് അതിനുള്ള മറുപടി. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാസ്പോർട്ട് എടുക്കാം, അതല്ലെങ്കിൽ സാധാരണ നമ്മൾ കൈവശമൊക്കെ ഉള്ള സാധാരണ പാസ്പോർട്ട് സ്വീകരിക്കാം. പക്ഷേ ഈ പാസ്പോർട്ട് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനമുള്ളത് നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ്, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിസിനസ് മാഗ്നറ്റുകൾക്കും പ്രമുഖരായ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ തന്നെ. കാരണം അവർ നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ്. അതുപോലെ എംബസികളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പാസ്പോർട്ട് ഉള്ളത് ഏറെ ഗുണകരമാണ്. കാരണം ഇത് 5 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അവർക്ക് വിമാനത്താവളത്തിനുള്ളിലേക്ക് കടക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇന്ത്യ തിളങ്ങുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒരു കാലത്ത് ശാസ്ത്ര സാങ്കേതികമായ കാര്യങ്ങളിലൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളുടെ സഹായം തേടിയിരുന്ന ഇന്ത്യ ഇന്ന് ഈ മേഖലയൊക്കെ തന്നെ എത്ര സ്വയം പര്യാപ്തമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ വ്യക്തമാവുകയാണ്. മാത്രമല്ല രാജ്യത്തേക്ക് ഈ തീവ്രവാദി നുഴഞ്ഞുകയറ്റങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ തടയാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏറെ പ്രയോജനം ചെയ്യും. പക്ഷേ നാളെ ഒരു കാലത്ത് ഈ പാസ്പോർട്ട് നിർബന്ധമാക്കുകയാണെങ്കിൽ അത് ഭീകരതയ്ക്കെതിരായൊക്കെയുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ കൂടി ഭാഗമായി തീരും. കാരണം സാധാരണ പലപ്പോഴും തീവ്രവാദ സംഘടനയിൽപ്പെട്ടവർക്ക് തന്നെ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചൊക്കെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നതും മറ്റും. അതിൽ വലിയ കുറ്റവാളികളൊക്കെ തന്നെ വ്യാജ പാസ്പോർട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് നാളെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പാസ്പോർട്ട് എന്നുള്ളത് നിർബന്ധമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അതൊരു പുതുയുഗത്തിനായിരിക്കും തുടക്കം കുറിക്കുക. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിനൊപ്പം തന്നെ അങ്ങോട്ടുള്ള യാത്ര കൂടുതൽ സുഗമമാക്കാനും സുരക്ഷിതമാക്കാനും ഒക്കെ തന്നെ ഈ പാസ്പോർട്ട് സംവിധാനം സഹായകരമാകും എന്ന് തന്നെയാണ് ഇതോടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ നാളെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ അവർക്ക് പോകാനുള്ള ഒരു സംവിധാനം ഇതിലൂടെ ലഭിക്കും. ഇപ്പോൾ തന്നെ മലേഷ്യ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ സംവിധാനം ഉപയോഗിക്കാനുള്ള ഏർപ്പാടുകൾ അവിടെയും ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ നിന്നും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇനി യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാകാൻ ഈ പാസ്പോർട്ട് നിങ്ങളെ ഏറെ സഹായിക്കും.